-1 +1 ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇവിടെ -1 +1 അങ്ങനെയാണ് നമുക്ക് MO കിട്ടും. അതിൻ്റെ -1 +1 ചെയ്താൽ നമുക്ക് HJ കിട്ടും. സിൻ്റെ -1 +1 ചെയ്താൽ നമുക്ക് BD കിട്ടും. CEൻ്റെ -1 +1 ചെയ്ത് കഴിഞ്ഞാൽ DF കിട്ടും. അപ്പോൾ 1 ലെറ്റർ ഈക്വൽ ടു 2 ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് മോക്ക് പറയുന്നത് NLXP. അങ്ങനെയാണെങ്കിൽ നൈസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇതിൽ നമുക്കിപ്പം +1 -1 ചെയ്യാൻ പറ്റില്ല, +2 ഇല്ല, +3 അല്ല, പിന്നെ നമ്മൾ 1 ലെറ്റർ 2 ലെറ്റർ പറഞ്ഞ് അതും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാ റീഅറേഞ്ച്മെൻറ്റ് പറഞ്ഞാൽ ആ റീഅറേഞ്ച്മെൻറ്റ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് ലെറ്റർ. ഇതാണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം A എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ആണ്, Z എന്ന് പറഞ്ഞാൽ എൻഡിങ് ആണ്. അപ്പോൾ AZ അത് മനസ്സിലായല്ലോ. ഇനി BYന് അതിൻ്റെ ഷോർട്ട് കട്ടാണ് BOY, ബോയ്, BY. ഇനി CX, അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് കോംപ്ലെക്സ് എന്ന് ആലോചിച്ചാൽ അതിൻ്റെ സ്റ്റാർട്ടിങ് C, എൻഡിങ് X. ഇനി DW എന്ന് പറഞ്ഞാൽ DEW, ഡ്യൂ, Dയും W. ഇനി EVE, ഇൻ്റെ ഓപ്പോസിറ്റ് ആണ് V, അതിൻ്റെ ഷോർട്ട് കട്ടാണ് LOVE, ലവ്. ഇതിൻ്റെ തന്നെ നമുക്ക് കിട്ടി വിൻ്റെ ഓപ്പോസിറ്റ് E ആണ്, പിന്നെ എല്ലിൻ്റെ ഓപ്പോസിറ്റ് O ആണ്. നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടിയല്ലോ. ഇനി അടുത്ത FUN, ഫൺ, എഫിൻ്റെ ഓപ്പോസിറ്റ് U. ഇനി അടുത്ത GT, അത് നമ്മൾ ആലോചിച്ചാൽ ഗവൺമെൻറ് ടീച്ചർ, ജിയും ടിയും. പിന്നെ അടുത്ത് നമ്മളെ HS, ഹൈസ്കൂൾ. HS. അടുത്തത് IR, അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ISRO, IR, അല്ലെങ്കിൽ അത് ഓർമ്മയില്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ. ഇനി അടുത്ത് JQ, ജാക്ക് ആൻഡ് ക്യൂൻ, JQ. ഇനി അടുത്ത് KP ആലോചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് PK മൂവിയില്ലേ, വേണമെന്നില്ല, PK മൂവിയില്ലേ, അതിൻ്റെ അത് PK. ഇനി MN ആലോചിക്കാൻ മാൻ, മാൻ. ഇതിനകത്ത് M ഉണ്ട്, N ഉണ്ട്, മാൻ. ഇങ്ങനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് ലെറ്റർ ഓർമ്മിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കുക, MOCK, എമ്മിൻ്റെ ഓപ്പോസിറ്റ് N, ഓൻ്റെ ഓപ്പോസിറ്റ് L, സീൻ്റെ ഓപ്പോസിറ്റ് X, കെൻ്റെ ഓപ്പോസിറ്റ് P. ഇങ്ങനെയാണ് നമുക്ക് NLXP എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നൈസിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? എന്നിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന M, ഐൻ്റെ ഓപ്പോസിറ്റ് വരുന്ന R, ഇവിടെ ISRO, ഇന്ത്യൻ റെയിൽവേ. പിന്നെ സീൻ്റെ ഓപ്പോസിറ്റ് വരുന്ന X, കോംപ്ലെക്സ്. പിന്നെ ഈൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്താ? V, ലവിൻ്റെ V. ഈൻ്റെ ഓപ്പോസിറ്റ് വരുന്ന V. ഇനി ഇതിനെ ആലോചിച്ച് വെക്കാൻ വേറൊരു ഷോർട്ട് കട്ട് എന്താണെന്ന് വെച്ചാൽ ഷർട്ട് G, SHIRTG, ഷർട്ട് G. ഇതാലോചിച്ച് വെച്ചാൽ എസിൻ്റെ ഓപ്പോസിറ്റ് H, ഹൈസ്കൂൾ. ഇവിടെ നമ്മളെ ഹൈസ്കൂൾ, Hൻ്റെ ഓപ്പോസിറ്റ് H. പിന്നെ IR, ഇന്ത്യൻ റെയിൽവേ, IR. പിന്നെ TG, ഗവൺമെൻറ് ടീച്ചർ. ഇതാലോചിച്ച് വെച്ചാൽ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനാണ് ഇത്. എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെ. അങ്ങനെയാണ് നെയിം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് നോക്കിയാൽ ഈൻ്റെ ഓപ്പോസിറ്റ് എന്തായാലും നമ്മളെ V ആണ് ഈൻ്റെ ഓപ്പോസിറ്റ്. പക്ഷേ ഇവിടെ P എന്ന് കൊടുത്തില്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ റീഅറേഞ്ച്മെൻറ്റ്, ഇവിടെ എവിടെയും P ഇല്ല, അപ്പോൾ റീഅറേഞ്ച്മെൻറ്റ് എന്തായാലും വരില്ല. പിന്നെ ഉള്ളത് +1 +2 ആ പാറ്റേണും ഇവിടെ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ നെയിമിൻ്റെ ലെറ്റേഴ്സ് നമ്മൾ കാണും? ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നെയിം NAME, ഇതിൻ്റെ അകത്തുള്ള എല്ലാ ലെറ്റേഴ്സും ഈ എക്സാമിനേഷനിലുണ്ട്. അപ്പോൾ
N എന്ന് പറയുന്നത് 6th ലെറ്റർ, A എന്ന് പറയുന്നത് 3rd ലെറ്റർ, പിന്നെ M എന്ന് പറയുന്നത് 4th, E എന്ന് പറയുന്നത് 1st. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ ആയിരിക്കും നമ്മളെ നെയിമിൻ്റെ ആൻസർ. അപ്പോൾ 6th ഇതിൻ്റെ അകത്ത് വരുന്നത് ഏതാ? R, 3rd വരുന്നത് T, 4th വരുന്നത് U, 1st വരുന്നത് P. അപ്പോൾ RTUP ആണ് നമ്മളെ ഈ നെയിമിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് VPITQDCK. അങ്ങനെയാണെങ്കിൽ പീകോക്സിനെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ടൈപ്പ് കൗണ്ടിങ് എന്ന് വെച്ചിട്ടുള്ളത്. കൗണ്ടിങ്ങിൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഷോൾഡറിൽ എത്ര ലെറ്റർ ഉണ്ട്? 1 2 3 4 5 6 7 8 ഉണ്ട്. അത് ഈവൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 + 1 ഇവിടെ 20. പിന്നെ H. അപ്പോൾ ഇത് ഈവൺ നമ്പറാണ് 8 എന്ന് പറഞ്ഞാൽ. അതിനെ ഡിവൈഡ് ചെയ്തിട്ട് 4 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അന്നേരം ഇവിടെ എസ് എന്ന് പറയുന്നത് 19, H 8, O 15, U എന്ന് പറഞ്ഞാൽ 21. ഇനി താഴെ നോക്കിയാൽ VPIT എന്നുള്ളത്. അപ്പോൾ എസിൻ്റെ 19 + 1 ചെയ്താൽ 20 കിട്ടും. 8 + 1 ആണ് 9, 15 + 1 16, 21 + 1 22. ഈ സൈഡായല്ലോ. ഇനി അടുത്ത സൈഡ് നോക്കണമെങ്കിൽ ഇവിടെ 12 + 1 13 ഇല്ല. അപ്പോൾ 12 - 1 ഉണ്ട്. -1 11, 4 - 1 3, 5 - 1 4, 18 - 1 17. അപ്പോൾ ഈ സൈഡ് +1ഉം ഈ സൈഡ് -1. ഇതാണ് അടുത്ത പാറ്റേൺ എന്ന് പറയുന്നത്. കൗണ്ടിങ് എന്ന് പറഞ്ഞ പാറ്റേൺ ഈവൺ കൗണ്ടിങ്. ഇനി ഇതേപോലെ തന്നെ ഓഡ് കൗണ്ടിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് ഈവൺ കൗണ്ടിങ് ആണ്. ഇനി നമ്മൾ ഓഡ് കൗണ്ടിങ് പറയുന്നത്. ഓഡ് കൗണ്ടിങ്ങിൽ ഇവിടെ ഫസ്റ്റ് നമ്മൾ ക്രിക്കറ്റ് എന്ന് വെച്ചിട്ടുള്ളൊരു വേർഡ് തന്നിട്ടുള്ളത്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് JSDESDJ. അങ്ങനെയാണ് നമുക്ക് വേർഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 7 ലെറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഓടാണ് മനസ്സിലായി. അതിൻ്റെ അകത്ത് നമ്മൾ മിഡിൽ ടേം 4 ആണ്. 4ന് മിഡിൽ ടേം അയച്ചെടുത്താൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നോക്കാം. ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 3 18 9 10 19 4. ഇതിൽ 3 + 1 4, 18 + 1 19, 9 + 1 10. അപ്പോൾ ഈ സൈഡ് +1 ആണ് മനസ്സിലായി. ഇനി ഈ സൈഡ് ഇവിടെ 11 ഉണ്ട്, താഴെ എവിടെയും 12 ഇല്ല. അപ്പോൾ പക്ഷേ ഇവിടെ 10 ഉണ്ട്. ഇത് -1 സൈഡാണെന്ന് മനസ്സിലായി. -1, 5 - 1 4, 20 - 1 19. ഈ സൈഡ് +1ഉം ഈ സൈഡ് -1ഉം ആയി. ഇനി ബാക്കിയുള്ള നടുക്കുള്ള ഇവിടെ 3 ആണുള്ളത്, ഇവിടെ 5 ആണുള്ളത്. അപ്പോൾ ഇത് +2, മിഡിൽ ടേം +2 ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ഓഡ് കൗണ്ടിങ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മാത്സിൻ്റെ ആൻസർ എന്തായിരിക്കും? അത് കമൻറ്റ് ചെയ്യാം. ഇതാണ് അടുത്ത ഹോംവർക്ക് ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്രയും നേരം പഠിച്ച പാറ്റേൺസിൽ ഏത് പാറ്റേൺ വെച്ച് ചെയ്താലേ ഇത് കിട്ടുമെന്ന് നോക്കിയിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ നമ്മൾ ടൈപ്പ് 1 പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ടൈപ്പ് 2 ഉണ്ട്. J കോഡ് 20, ബാറ്റ് കോഡ് 46. അങ്ങനെയാണ് ക്രിക്കറ്റ് എങ്ങനെയാണ് കോഡ് ചെയ്യാം. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് വീഡിയോ കാണാത്തവർ ഫസ്റ്റ് വീഡിയോ കാണാം.